വരുന്ന കാവടികളെല്ലാം ഇവിടെ കാവടി യാത്രയുണ്ട്. അവിടെ ആ പോകുന്നത് കാവടിയാണ്. ഏകദേശം 500 കിലോമീറ്ററാണ് ഇവർ യാത്ര ചെയ്യുന്നത്, നടന്നു പോകുന്നത്. ഈ കാവടി ഗംഗാത്രിയിൽ നിന്ന് അവരുടെ നാട് വരെ അവർ ഈ കാവടി എടുത്തുകൊണ്ട്, കാവടിക്കകത്ത് ഗംഗാജലം കൂടെ ഇതെടുത്തുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർ വരുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ സ്ഥലങ്ങളാണ്, താമസിക്കാനും ആഹാരവും അവർക്ക് കിടക്കാനുള്ള സൗകര്യവും ഒക്കെ ഇതിനു വേണ്ടി. ഏകദേശം 500 കിലോമീറ്ററാണ് ഇവിടെ ഈ കാവടി യാത്ര. അതിനുവേണ്ടി ഇവിടെ എല്ലാവരും, പോലീസ്, എല്ലാ സെറ്റപ്പും, ഡോക്ടർമാരെല്ലാവരും ഉണ്ടാവും. അങ്ങ് ഇവർക്ക് വേണ്ടി പോലീസ് കാവടി യാത്രക്കാരുണ്ട്. അവരെ ക്ഷണിക്കുന്നുണ്ടോ? അവരെ തങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നിൽക്കും, അല്ലെങ്കിൽ അവർ തുടർന്നുകൊണ്ടിരിക്കും. അവർക്ക് ഫ്രീ ആയിട്ട് ആഹാരവും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. ആ സേവനം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാരിക്കുന്നത്. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ വിളിച്ച് കയറ്റുന്നതൊക്കെ അവരെങ്ങനെ വിളിച്ച് കയറ്റും. ചിലർ നിൽക്കും, ചിലർ അടുത്ത യാത്രയിൽ പോകും. കാരണം അടുത്ത് തന്നെ ചിലപ്പോൾ വേറെ സ്ഥലം ഉണ്ടായിരിക്കും. കാവടികൾ വരുന്നുണ്ടോ? 10,000-കണക്കിന് ആൾക്കാരാണ് കാവടികൾ എടുത്തുകൊണ്ടിരുന്നത്. വിളിച്ചു പറയുന്നത് അവർക്ക് വേണ്ടി ആഹാരം എല്ലാം റെഡിയാണ്. ആഹാരം, താമസം ഒക്കെ റെഡിയാന്നുള്ളതാണ് ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയും വരുന്നുണ്ടോ? കാവടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നിന്നില്ല, രാത്രി നിന്നില്ല, ഇവർ തുടർച്ചയായിട്ട് ഏകദേശം 500 കിലോമീറ്ററാണ് ഇവർ നടക്കുന്നത്. ഇവർ വരുമ്പോൾ വഴി മാറി കൊടുക്കണമെന്നാണ്. കാരണം അവർ നടന്ന് ക്ഷീണിച്ച് വരുന്നവരാണ്. നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ചിലപ്പം വീണമെന്നിരിക്കും. കാരണം ആ രീതിയിലാണല്ലോ അവർ നടക്കുന്നത്. അത്രയും കിലോമീറ്ററോളം ഒരു ദിവസം 30, 40, 50 കിലോമീറ്ററൊക്കെ നടക്കുന്നത്. നമ്മളൊക്കെ ശബരിമലയിൽ പോകുന്ന രീതിയിലുള്ളൊരു ഇതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഗംഗോത്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 കിലോമീറ്ററൊക്കെയാണ്. ഈ വെള്ളം ഇതിനകത്ത് ഗംഗാജലമാണത്, ഈ കുടത്തിനകത്ത്. ഇത് ചുമന്നുകൊണ്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അവരുടെ നാട്ടിലെ ഇതിൽ ഭഗവാനിൽ അർപ്പിക്കും. അതാണ് ഇതിൻ്റെ ഒരു ആചാരം. അപ്പോൾ ഏകദേശം 500 കിലോമീറ്ററാണ് ഒരു ദിവസം അവർ നടക്കുന്നത് ഈ യാത്രയെ. അപ്പോൾ 500 കിലോമീറ്റർ അങ്ങോട്ട് ചിലപ്പം അങ്ങോട്ട് നടന്നായിരിക്കത്തില്ല പോകുന്നത്. അങ്ങോട്ട് വണ്ടിക്കകത്ത് പോകും. തിരിച്ച് അവിടുന്ന് ഗംഗാജലവും എടുത്തിട്ട് അവർ നടന്നു വരും. ദിവസം ഒരു 50 കിലോമീറ്റർ നടക്കും. ഒരു 500 കിലോമീറ്ററാണ് ഇവരുടെ കൂടെ. കണ്ടോ കൂടെ ആൾക്കാർ. നമ്മൾ ഈ ശബരിമലയിൽ 40 ദിവസം വ്രതം നിന്ന് പോകുന്ന ഒരു രീതിയാണ്. വർഷത്തിലൊരിക്കലാണ് ഈ സംഭവം നടക്കുന്നത്.